ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠപറ്റി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉത്തരസഹിതമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫുൾ ആക്ടിവിറ്റീസ്, ഫുൾ പ്രവർത്തനങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രവർത്തനം ഒന്ന് വായിക്കാം, എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിക്കുക. ഇതിന് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോട് പൂക്കളെ തിരക്കണം, രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം. കായലിൽ കിനാവ് കണ്ട് പായുമ, പായൽ മാലയിട്ട കൊപ്പിമീനെ പൂനിലാവല വിരിച്ച് നക്കുവാൻ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം. മുള്ളുവേങ്ങകൾ മഴപ്പെരുമ്പറ മുന്നണി ചെടിക്ക് ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം. രോഗബാധിത കിടന്നലറുമ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം. കൊപ്പിമീനെ പിടിക്കുന്ന വല ഏതാണെന്നാണ് കവി പറയുന്നത്. കൊപ്പിമീനെ പിടിക്കുന്ന വല ഏതാണ്? നിലാവലയാണ്. നമുക്കതാ ഇവിടെ ഉണ്ട്. പൂനിലാവല. പായൽ മാലയിട്ട കൊപ്പിമീനെ പൂനിലാവല വിരിച്ചിണക്കുക. അപ്പോൾ എന്താണ് നിലാവല? ഇനി അടുത്ത ജീവിതൌഷധത്തെ കവി എന്തായിട്ടാണ് കാണുന്നത്? ഔഷധമായി, ജലമായി, സ്നേഹമായി, കൈവിളക്കായി. അപ്പോൾ ഇവിടെ എന്താണ്? ജീവിതൌഷധം നിറച്ച സ്നേഹമേ. അപ്പോൾ എന്താണ് സ്നേഹമായിട്ടാണ് കാണുന്നത്. രാത്രി വഞ്ചിയിലിരുന്ന് എന്തു കാണാനാണ് കവി ക്ഷണിക്കുന്നത്? എന്തു കാണാനാണ്? രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതാണ്? നിലാവ് കാണാൻ. ഇനി മഴ പെരുമ്പറ കൊട്ടി പാടുന്നത് ആരാണ്? മഴ പെരുമ്പറ കൊട്ടി പാടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. മുള്ളുവേങ്ങകൾ. അപ്പോൾ എന്താണ്? മുള്ളുവേങ്ങകൾ. ഇവിടെ ഉണ്ട്. മുള്ളുവേങ്ങകൾ പഴപ്പെരുമ്പറ മുന്നണി ചെടിക്ക് ചൊല്ലിയാടുമ്പോൾ. ഇനി ഫാത്തിമ തുരുത്തിനെ കവി എന്തായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഫാത്തിമ തുരുത്ത് സ്നേഹത്തിൻ്റെ ഇടമാണ്. രോഗബാധിതരായ ആളുകൾ കിടന്നുറങ്ങുന്ന പല സ്ഥലങ്ങളും ഈ തുരുത്തിലുണ്ട്. അവർക്കെല്ലാം ജീവിക്കാനുള്ള പ്രേരണവും സന്തോഷവും നൽകുന്ന സ്ഥലമാണ് തുരുത്ത്. നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ഒരു പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണ്. കാട് മക്കറങ്ങിയ കാട്, വളർന്ന കാട്, പോറ്റിയ കാട്, വളർന്ന കാട് ഇന്ന് കണ്ണങ്ക് മാത്രം. പ്രകാശ ചെന്തള. താനടക്കമുള്ള ഗോത്രജനത വളർന്ന കാട് ഇന്ന് കൺകാഴ്ച മാത്രമായിരിക്കുന്നതിൻ്റെ ദുഃഖമാണ് കവി ഇവിടെ പങ്കുവയ്ക്കുന്നത്. കവിയുടെ വാക്കുകളോടുള്ള നിങ്ങളുടെ പ്രതികരണം കുറിപ്പായി എഴുതുക. രണ്ടാമത്തെ ചോദ്യം, 1000 മരങ്ങളും കിളികളും ഇല്ലേ ഞങ്ങൾ പിറക്കുന്നിടത്ത്, ആൽമരം വീക്ഷണ പോലല്ല കാട്ടുമാവ്. ഓരോന്ന് കിളികൾക്ക് 1000 പാട്ടാണ്, ഓരോന്ന് കുയിൽ വേറെ കാക്ക വേറെ. ആരുടെ വാക്കുകളാണിത്? നഞ്ചിയമ്മ, പ്രകാശ് ചന്ദ്ര. അപ്പോൾ ആരുടെ വാക്കാണ്? നഞ്ചിയമ്മയുടെ വാക്കുകളാണ്. അപ്പോൾ നമുക്ക് പ്രതികരണക്കുറിപ്പ് നോക്കാം. കാടിന് അതിൻ്റേതായൊരു ഭാഷയുണ്ട്, മണവും പാട്ടവും കഥകളും ഉണ്ട്. മണ്ണിൽ വീണ് വിത്തിൽ നിന്നും ചെടികൾ ചാഞ്ഞു വീണിടത്ത് വേരിറങ്ങും. സ്വാഭാവികമായി വളർന്നു വന്നതാണ് കാട്. മനുഷ്യർ നട്ടുണ്ടാക്കിയതല്ല കാട്. പച്ചയായ കൃത്രിമത്വം ഏതുമില്ലാത്ത കാടിൻ്റെ പാട്ടും അങ്ങനെ തന്നെ. കിളികളുടെ പാട്ട് കാടിൻ്റെ ഭാഗമാണ്. കാടിൻ്റെ മക്കൾ ഉറങ്ങിയതും വളർന്നതും കാട്ടിലാണ്. അവരെ പോറ്റിയതും കാടാണ്. എന്നാൽ ആ കാട് ഇന്ന് ഒരു കൺകാഴ്ച മാത്രമായിരിക്കുന്നു. ഇനി അടുത്ത പ്രവർത്തനം ദൃക്സാക്ഷി വിതരണമാണ്. കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കുന്ന ഭാഗം ദൃക്സാക്ഷി വിതരണമായി അവതരിപ്പിക്കുക. കഥാകൃത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം ഒരു പ്രസംഗത്തിന് പോകാൻ തുടങ്ങിയപ്പോഴാണ് ആ സംഭവം നടന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വളർത്തു പൂച്ച കിണറ്റിൽ വീണു. ആഴമുള്ള കിണറാണ്, ധാരാളം വെള്ളമുള്ള കിണറാണ്. എങ്ങനെ പൂച്ചയെ രക്ഷിക്കാം? യോഗത്തിന് ക്ഷണിക്കാൻ വന്ന 2 പേർ. എന്താണ് അവരുടെ പേര്? അവരുടെ പേര് കാസിമെന്നും അനന്തനമെന്നുമാണ്. സമർത്ഥരാണ്. അവർ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഒരു തൊട്ടി ഇതാ കിണറ്റിലേക്ക് താഴ്ന്നു.
ആഴമേറുള്ള കിണറാണെന്ന് പറഞ്ഞല്ലോ. എഴുത്തുകാരൊക്കെ സംഭവം അറിഞ്ഞു വരുന്നുണ്ട്. പൂച്ച അങ്ങനെ മെരുങ്ങുന്ന ജീവിയല്ലല്ലോ, അത് തൊട്ടിയിൽ കയറുന്നില്ല. അവർ ശ്രമിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ദൃക്സാക്ഷി വിതരണം തയ്യാറാക്കാം. ഇനി അടുത്തതൊരു കാർട്ടൂണാണ്. കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ സ്റ്റേജും മൈക്കും മറ്റു കാര്യങ്ങളുമാണ് കാർട്ടൂണിൽ. പ്രസംഗത്തിന് കഥാകൃത്ത് പുറപ്പെടാൻ തുടങ്ങിയപ്പോഴായിരുന്നല്ലോ പൂച്ച കിണറ്റിൽ വീണ സംഭവം. ഉമ്മ പറയുന്നതും പൂച്ചയെ കിണറ്റിൽ നിന്ന് കയറ്റാൻ ശ്രമിക്കുന്നതും. പൂച്ചയെ കരയ്ക്ക് എത്തിക്കാൻ യോഗത്തിന് ക്ഷണിക്കാൻ വന്നവരും ചേർന്നല്ലോ. കുറേ സംഭവ വികാസങ്ങൾക്ക് ശേഷം ഒരാൾ കിണറ്റിലിറങ്ങി പൂച്ചയെ രക്ഷിച്ചു. കഥാകൃത്തും മറ്റുള്ളവരും യോഗസ്ഥലത്ത് ചെന്നു. യോഗസ്ഥലം ശൂന്യം. കേൾവിക്കാർ ആരുമില്ല. മൈക്ക് മാത്രം അവിടെയുണ്ട്. ആ രംഗമാണ് കാർട്ടൂണായി ആവിഷ്കരിച്ചിരിക്കുന്നത്. മൈക്ക് തന്നെ അന്തം വിട്ട് നിൽക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ. എന്നിലൂടെ നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആരുമില്ല. പിന്നെ ഞാൻ എന്തിനിവിടെ നിൽക്കുന്നു? ഇതാണ് വിശകലനത്തിൽ ലഭിക്കുന്നത്. ഇനി അടുത്തത് കണ്ടെത്തി വിശദീകരിക്കുക. ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും ത്യജിച്ചിറങ്ങുമ്പോൾ, കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ, ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം. വേനലിൻ്റെ കാഠിന്യം ഈ വരികളിലൂടെ കവി അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? കടുത്ത വേനൽ എങ്ങനെയെന്ന് കവി വ്യക്തമാക്കുന്നു. കയ്യോന്നി ഈ സസ്യം ഈർപ്പമുള്ള സ്ഥലത്ത് തഴച്ചു വളരുന്നതാണ്. വേനൽക്കാലമാകുമ്പോൾ അത് പാനശീലം കുറയ്ക്കും. ക്രമേണ വെളുത്ത പൂക്കൾ പൊഴിച്ച് അത് ഉറക്കമാവും. എന്ന് പറഞ്ഞാൽ വെയിലിൻ്റെ കാഠിന്യത്തിൽ തുരുത്തിൽ ധാരാളം വളരുന്ന കയ്യോന്നികൾ ഉണങ്ങും. അതുപോലെ തുരുത്തിൽ തഴച്ചു വളരുന്ന മറ്റൊരു ചെടിയാണ് കാട്ടുമുല്ല. ഈർപ്പം ലഭിക്കാതെ അതും ഉണങ്ങും. ഈ ചെടികൾ ഉണങ്ങി നിൽക്കുന്നത് കണ്ടാൽ വേനലിൻ്റെ ശക്തി മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഒരു 5 പ്രവർത്തനമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടിസ്ഥാന പാഠാവലി മാത്രമല്ല, മാത്സ്, ഇംഗ്ലീഷ്, അതേപോലെ തന്നെ സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, ഹിന്ദി തുടങ്ങി എല്ലാ സബ്ജക്റ്റിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ 4 ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ ബേസിക് സയൻസിൻ്റെ 3 ക്വസ്റ്റ്യൻ പേപ്പർ, സോഷ്യൽ സയൻസിൻ്റെ 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് ഇനിയും വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ.